നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോടികൾ മുടക്കി നവീകരിച്ച റോഡിലൂടെ വെള്ളം ഒഴുകുന്നു. ദുരിതത്തിലായി യാത്രക്കാരും കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരും. വാർത്തകൾ വിശദമായി. കോടികൾ മുടക്കി നവീകരിച്ച റോഡിലൂടെ വെള്ളം ഒഴുകുന്നു. ദുരിതത്തിലായി യാത്രക്കാരും കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരും. കോടികൾ മുടക്കിയാണ് തലശ്ശേരി മുതൽ വളവുപാറ വരെ റോഡ് നവീകരിച്ചത്. ഇതിന്റെ ഭാഗമായി പലയിടങ്ങളിലും ഓവുചാലുകളും നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ കൂട്ടുപുഴയിൽ പുതിയ പാലത്തിന് സമീപത്തായി വെള്ളം ഒഴുകിപ്പോകുന്നത് ഈ നവീകരിച്ച റോഡിന് മുകളിലൂടെയാണ്. ഇതോടെ ഇവിടെ വെള്ളക്കെട്ടും രൂപപ്പെടുന്നു. ഇപ്പോൾ വാഹന പരിശോധനയ്ക്കായി ഇവിടെ ഒരുക്കിയ പോലീസിന്റെയും എക്സൈസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ഓഫീസുകൾക്ക് മുന്നിലൂടെയാണ് വെള്ളം ഒഴുകിപ്പോകുന്നത്. ഇതോടെ മഴക്കാലത്ത് വാഹന പരിശോധന തന്നെ സാധിക്കാത്ത സ്ഥിതിയായി. പേരട്ട റോഡിൽ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലം ഉൾപ്പെടെ ഇതിനു മുന്നിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ വെള്ളം ഓവുചാലിലൂടെ ഒഴുക്കിവിടുവാനുള്ള സംവിധാനങ്ങൾ ബന്ധപ്പെട്ട അധികൃതർ ഇതുവരെയായും ഇവിടെ ഒരുക്കിയതുമില്ല. രാത്രിയിലും പകലും ഇവിടെ വാഹന പരിശോധന സജീവമാണ്. കൂടാതെ യാത്രക്കാർ ബസ്സുകൾ കയറുന്നതും ഇറങ്ങുന്നതും ഈ മലിനജലം റോഡിലൂടെ ഒഴുകിപ്പോകുന്ന വഴിയിലാണ്. പലപ്പോഴായി ഇവിടെ ആളുകൾ തെന്നിവീണ് പരിക്കുപറ്റിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇനിയെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് റോഡിലൂടെ വെള്ളം ഒഴുക്കിവിടാതെ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. സർക്കാർ സ്ഥാപനങ്ങളെ ഹരിത സ്ഥാപനങ്ങളാക്കി മാറ്റുന്നതിന് പായത്തെ ആയുർവേദ ആശുപത്രിയിൽ തുടക്കം കുറിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ഉദ്ഘാടനം ചെയ്തു. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാർ സ്ഥാപനങ്ങളെ ഹരിത സ്ഥാപനങ്ങളാക്കി മാറ്റുന്നതിന് പായത്തെ ആയുർവേദ ആശുപത്രിയിൽ തുടക്കം കുറിച്ചു. ഔഷധച്ചെടികൾ ഉൾപ്പെടെയുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ആശുപത്രി പരിസരം പച്ചത്തുരുത്താക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനം പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി നിർവഹിച്ചു. എല്ലാ സ്ഥാപനങ്ങളും ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടും അതുപോലെ ഹരിതാപമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിനാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പായം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുന്നേ നമ്മളിത് ആരംഭിച്ചിട്ടുണ്ട്. അത് നിലനിർത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്രവർത്തനമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ആയുർവേദ ആശുപത്രിയുടെ പുറകിലായി ഔഷധത്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണ് ഈ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ആശുപത്രിയായാലും തീർത്തും ഹരിതാപമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. മാർച്ച് 2025 മാർച്ച് 30 നമ്മുടെ കേരളം സമ്പൂർണ്ണ മാലിന്യ മുക്ത കേരളത്തിലേക്ക് എത്തുമ്പോൾ പായം പഞ്ചായത്തും അതിൻ്റെ ഭാഗമാകുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാർഡ് മെമ്പർ പ്രീത ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ഹരിത കേരളം മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺ ജയപ്രകാശ് പന്തക്ക, പഞ്ചായത്ത് അംഗം ബിജു കോങ്ങോടൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചെന്നകേശ്വർ, വി റിജോ വർഗീസ്, കെ പ്രീത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കൊട്ടിയൂർ മിഴി കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ അടയ്ക്കാത്തോട് സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകുന്ന സഹപാഠിക്കൊരു സ്നേഹവീടിന്റെ താക്കോൽ ദാനം MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. JRC ഗൈഡ്സ്, ലിറ്റിൽ കൈറ്റ്സ്, ലഹരിവിരുദ്ധ ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കൊട്ടിയൂർ മിഴി കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ അടക്കാത്തോട് സെന്റ് ജോസഫ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനിക്ക് നിർമ്മിച്ചു നൽകിയ സഹപാഠിക്കൊരു സ്നേഹവീടിന്റെ താക്കോൽദാന കർമ്മമാണ് അടക്കാത്തോട് വെണ്ടേക്കുംചാലിൽ സ്കൂൾ മാനേജർ ഫാദർ സെബിൻ ഐക്കരത്താഴത്തിന്റെ അധ്യക്ഷതയിൽ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചത്. മനുഷ്യ ജീവിതത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് വീടാണ്. സാമൂഹ്യ പാഠ ക്ലാസ്സുകളിൽ പഠിക്കുന്നത് മാത്രമല്ല, ഏറ്റവും അത്യാവശ്യമുള്ള വളരെ നെസസിറ്റീസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും അത്യാവശ്യം? ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്. ഭക്ഷണം, താമസ സൗകര്യം, വസ്ത്രം, ഇതാണ് ഏറ്റവും അത്യാവശ്യമുള്ളത്. അതില്ലാത്തത് വളരെ പ്രയാസമുള്ളൊരു സാഹചര്യമാണ്. കേരളം ഒരു കാലത്ത് കേട്ട വളരെ ആഴത്തിൽ പതിഞ്ഞ ഒരു പാട്ടിന്റെ വരികളാണ്: പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. ആ ഇഷ്യൂ, ആ പ്രശ്നം, അത് പരിഹരിക്കാൻ വേണ്ടി ഇന്ന് വ്യത്യസ്തങ്ങളായ സംരംഭങ്ങൾ, പരിപാടികൾ, പ്രോഗ്രാംസ് ഗവൺമെന്റ് തലത്തിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലത്തിൽ, കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി ആവാസ് യോജനയുണ്ട്. അതുപോലെ സംസ്ഥാന സർക്കാർ ഇപ്പം അതിന്റെ പദ്ധതികളെല്ലാം കൂടി
ലൈഫ് മിഷൻ നേതൃത്വം നൽകുന്ന പദ്ധതികളുണ്ട്. എന്നാൽ പോലും ഇനിയും വീടില്ലാത്തവർ നിൽക്കുന്നു. ചടങ്ങിൽ മിഴി കലാ സാംസ്കാരിക വേദി കൊട്ടിയൂർ പ്രസിഡന്റ് ജോയി സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ജൂബിലി ചാക്കോ, അടക്കാത്തോട് സെന്റ് ജോസഫ് ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ ജോസ് സ്റ്റീഫൻ, കേളകം ഗ്രാമപഞ്ചായത്ത് അംഗം ബിനു മാനുവൽ, ജെയിംസ് അഗസ്റ്റിൻ, എം റിജോയി, ഷാജി തോമസ്, സിജു തോമാങ്കുഴി തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. വാഴയിൽ സ്നേഹസഭ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ റീജ പുതുക്കുടിക്ക് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA കൈമാറി. അയ്യങ്കുന്ന് പഞ്ചായത്തിലെ വാഴയിൽ സ്നേഹസഭ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ റീജ പുതുക്കുടിക്ക് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA കൈമാറി. ഈ സ്നേഹസഭ ചാരിറ്റബിൾ സൊസൈറ്റി മുൻകൈയെടുത്ത് നിർമ്മിച്ച സ്നേഹഭവന്റെ താക്കോൽ ദാനം ആണ്. വീട് നമുക്കറിയാം, മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ. അത് സാമൂഹ്യപാഠ ക്ലാസ്സുകളിൽ കുട്ടികൾ പഠിക്കുന്നതും ടീച്ചർമാർ പഠിപ്പിക്കുന്നതും മാത്രമല്ല, ജീവിതത്തിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്, ഭക്ഷണം, വീട്, വസ്ത്രം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീടില്ലാത്തവരുടെ പ്രയാസം നമുക്കെല്ലാം അറിയാം. പണ്ട് കേരളം കേട്ട ഒരു പ്രധാനപ്പെട്ട പാട്ടിൻ്റെ വരികൾ തന്നെ അതായിരുന്നു. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. അതിൻ്റെ ഒരു പ്രയാസം നമുക്കെല്ലാവർക്കും അറിയാം, വീടില്ലാത്തവരുടെ. അതിനാണ് ഒരു പരിഹാരമുണ്ടാക്കുന്ന സ്നേഹസഭയുടെ ഈ ചാരിറ്റി പ്രവർത്തനം ഇവിടെ നല്ല നിലയിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സാധിച്ചു. ഈ പ്രദേശം വലിയൊരു സമ്പന്നരെല്ലാം ഉള്ളൊരു പ്രദേശമൊന്നും അല്ലെങ്കിലും ഇവിടുത്തെ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും മുൻകാല ജനപ്രതിനിധികളും എല്ലാവരും രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം സഹകരിച്ച് അതിന് മുൻകൈയെടുത്ത് ധൈര്യപൂർവ്വം മുന്നോട്ടിറങ്ങി. ഈ പ്രദേശത്തുകാര് മുൻകൈയെടുത്തിട്ടുള്ള അമേരിക്കയിലെ മേരിലാൻഡ് സ്റ്റേറ്റിലുള്ള മലയാളി സംഘടനയായ കൈരളി ഓഫ് വാൾട്ടിമോറിൻ്റെ സഹായത്തോടെയാണ് സ്നേഹസഭ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയത്. സ്നേഹസഭ പ്രസിഡന്റ് KC രത്നകുമാർ അധ്യക്ഷത വഹിച്ചു. സജീവൻ താറ്റിപ്പുറം, CK കാർത്തികേയൻ, മോളി ജോൺ, മിനി വിശ്വനാഥൻ, TM വേണുഗോപാൽ, MK രവീന്ദ്രൻ, PC അനിൽകുമാർ, VT മാത്തിക്കുട്ടി, PV സനൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതോടൊപ്പം തന്നെ ഈ മേഖലയിലെ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. അനിക് മരിയാബൻ പറഞ്ഞല്ലോ, ജിബിൻ KB, ക്രിസ്റ്റോ ബെന്നി, മുഹമ്മദ് സിനാൻ, അശ്വൻദേവ് ബാംഗ്ലൂരാണ്. ഇല്ല തോന്നുന്നു, മുഹമ്മദ് സിനാനും ഇല്ല, സിനാന്റെ പങ്കളില്ല. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മേനച്ചോടി ബൂത്ത് കമ്മിറ്റി ഓഫീസ് PA ഗോപാലൻ സ്മാരക മന്ദിരം MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മേനച്ചോട് ബൂത്ത് കമ്മിറ്റി ഓഫീസായ PA ഗോപാലൻ സ്മാരക മന്ദിരം MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ചെറിയ കെട്ടിടമാണെന്ന് പറഞ്ഞാൽ ചെറുതല്ല, നല്ല സൗകര്യമുണ്ട്. ബൂത്ത് കമ്മിറ്റിക്ക് ഇത്രയും ഓഫീസ് എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തുമില്ല. ചില മണ്ഡലം കമ്മിറ്റികൾക്ക് പോലും ഇത്രയും നല്ല ഓഫീസില്ല. വളരെ സൗകര്യപ്രദമായ സ്ഥലത്താണ്, നല്ല ഭംഗിയിലും വൃത്തിയിലുമാണ്, വെടുപ്പിലാണ് ഈ ഗോപാലേട്ടന്റെ സ്മാരക മന്ദിരം ഇവിടെ പണിതീർത്തിയിരിക്കുന്നത്. പാർട്ടി പ്രവർത്തകരോടൊപ്പം ഗോപാലേട്ടന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളും ഈ കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട്. അവരെല്ലാം ആ കുടുംബനാഥനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. ആ കുടുംബനാഥൻ ഈ സമൂഹത്തിന്റെ ഭാഗമായി നിലകൊണ്ടതിൽ അവർ അഭിമാനം കൊള്ളുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒട്ടാകെയും ശക്തി പ്രാപിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ സമ്മേളിക്കുന്നത്. ഇന്ന് നമ്മൾ പത്രത്തിൽ കണ്ട എന്താണ്? ഗുസ്തി താരങ്ങൾ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പ്രതീക്ഷയായിരുന്ന, സത്യത്തിൽ മെഡൽ തന്നെ കിട്ടിയിട്ട് കയ്യിൽ നിന്ന് വഴുതി പോയ ഗുസ്തി താരങ്ങൾ
ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അംഗത്വം സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകരാകാൻ അഖിലേന്ത്യാ തലത്തിൽ തയ്യാറായിരിക്കുകയാണ്. ചടങ്ങിൽ DCC സെക്രട്ടറി CG തങ്കച്ചൻ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. ബൂത്ത് പ്രസിഡന്റ് ജോളി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. ആശാ ഷിബു, മണ്ഡലം പ്രസിഡന്റ് സാജൻ ചെറിയാൻ, ബ്ലോക്ക് സെക്രട്ടറി KM രാജൻ, ബ്ലോക്ക് ട്രഷറർ VK ജോസഫ്, P പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ബെനി ജേക്കബ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. മഞ്ഞളാംപുറത്ത് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ച അപകടം, ആർക്കും പരിക്കില്ല. മാനന്തവാടിയിൽ നിന്ന് ഇരിട്ടിയിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. BJP ന്യൂനപക്ഷ മോർച്ച മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇരിട്ടി മാരാർജി ഭവനിൽ നടന്നു. BJP ന്യൂനപക്ഷ മോർച്ച മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇരിട്ടി മാരാർജി ഭവനിൽ നടന്നു. BJP ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ഒരു രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അക്ഷീണ പരിശ്രമം നടത്തുന്ന ഒരു ഭരണകൂടം നമ്മുടെ മുന്നിലുണ്ട്. അവിടെ എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു ഭരണകൂടം. നമ്മളെല്ലാവരും പറയുന്നുണ്ട് സബ്കാ സാത്ത് സബ്കാ വികാസ്. നമ്മുടെ ലക്ഷ്യം അതാണ്. എല്ലാവരുടെ കൂടെയാണ്, എല്ലാവരുടെയും ഉന്നമനമാണ് നമ്മുടെ പ്രശ്നം. എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണം, എല്ലാ സൗകര്യത്തോടു കൂടി ജീവിക്കണം, എല്ലാവരെയും ഒരുമയോടുകൂടി ജീവിക്കണം, എല്ലാവരെയും ചേർത്ത് പിടിച്ച് ജീവിക്കണം. അവിടെ മതത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഏതെങ്കിലും ഞാൻ ഹിന്ദുവാണ് അതുകൊണ്ട് ഹിന്ദു മതത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നൊന്നുമില്ല. എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കണം. പക്ഷെ മത തീവ്രവാദികളെ ചേർത്ത് പിടിക്കാൻ ഈ സംഘടനയിൽ ഒരു വ്യക്തി പോലും തയ്യാറാവില്ല. മതത്തെ ചേർത്ത് പിടിക്കാൻ തയ്യാറാണ്, പക്ഷെ മത തീവ്രവാദികളെ ചേർത്ത് പിടിക്കാൻ നമ്മൾ ആരും തയ്യാറാണ്. അതുകൊണ്ട് മതമല്ല പ്രശ്നം, നമ്മുടെ സംശയം മനുഷ്യരാണ്. ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് അരുൺ തോമസ് അധ്യക്ഷത വഹിച്ചു. BJP ഇരിട്ടി മണ്ഡലം പ്രസിഡന്റ് സത്യൻ കൊമ്മേരി, ന്യൂനപക്ഷ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ജോസ് ഏവൺ, മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംസ്ഥാന കൺവീനർ വിനോദ് ജോൺ, ജില്ലാ കൺവീനർ ലൂയിസ് ജസ്റ്റിൻ, സന്തോഷ് പ്ലക്കാട്ട്, ജോയ് മുത്തനാട്ട്, ജോർജ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. CPIM വെള്ളർവള്ളി വായനശാല ബ്രാഞ്ച് സമ്മേളനം CPIM പേരാവൂർ ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജാഫർ നല്ലൂർ ഉദ്ഘാടനം ചെയ്തു. CPIM 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി CPIM വെള്ളർവള്ളി വായനശാല ബ്രാഞ്ച് സമ്മേളനം CPIM പേരാവൂർ ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജാഫർ നല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നുവെന്നും മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നതിൽ ലോക സംഭവ വികാസങ്ങൾക്ക് കൃത്യമായ റോളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് തന്നെ CPIMന്റെ പാർട്ടി കോൺഗ്രസ് 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെ നടക്കുന്ന വിവിധ ഘടകങ്ങളുടെ സമ്മേളനങ്ങളിൽ ഈ ലോകത്ത് നടക്കുന്ന സാർവദേശീയ വിഷയങ്ങളെക്കുറിച്ചും നാം ജീവിക്കുന്ന രാജ്യത്തിന്റെ ദേശീയ സംഭവ വികാസങ്ങളെക്കുറിച്ചും ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചും പ്രാദേശികമായി നമ്മുടെ പ്രദേശത്തെ രാഷ്ട്രീയ സംഭവങ്ങളെക്കുറിച്ച് ഉൾപ്പെടെ ചർച്ച ചെയ്താണ് ഈ സമ്മേളനം നാം പൂർത്തിയാക്കുന്നത്. തീർച്ചയായും ഈ സമയത്ത് സമ്മേളനത്തിന്റെ ഭാഗമായി നാം സംസാരിക്കുന്ന സമയത്ത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നടക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. ലോകത്ത് നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. രാജൻ അധ്യക്ഷനായി. M രാജീവൻ, T രഘുലാഷ്, PV ഷാജൻ, KJ ജോയിക്കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. K ഗിരീഷ് രക്തസാക്ഷി പ്രമേയവും ഷിൻഡോ കുര്യൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ചടങ്ങിൽ LSS USS വിജയികളെ ആദരിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി അടയ്ക്കാത്തോട് മസ്ജിദിന്റെയും മദ്രസയുടെയും പരിസരങ്ങളിൽ ഫലവൃക്ഷ തൈകൾ നട്ട നൂറുൽ ഹുദ മദ്രസ വിദ്യാർത്ഥികൾ. ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി എന്ന സന്ദേശം ഉൾക്കൊണ്ട് അടക്കാത്തോട് നൂറുൽ ഹുദ മദ്രസ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഫലവൃക്ഷ തൈകൾ നട്ടു. അടക്കാത്തോട് മൊഹിയുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റംബുട്ടാൻ, മാവ്, പ്ലാവ്, സപ്പോട്ട തുടങ്ങിയവയുടെ തൈകളാണ് അടക്കാത്തോട് മൊഹിയുദ്ദീൻ ജുമാ മസ്ജിദ് മദ്രസ പരിസരങ്ങളിൽ നട്ടത്. കാർഷിക മേഖലയിൽ സമൂഹം കൂടുതൽ ഇടപെടൽ നടത്തണമെന്ന് മസ്ജിദ് ഇമാം സിയാസ് യമാനി പറഞ്ഞു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ,
സഹോദരന്മാരെ, കമ്മിറ്റി ഭാരവാഹികളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് പറയുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ അതോടൊന്ന് പറഞ്ഞിരുന്നു, ശ്രദ്ധിച്ച് കേൾക്കണേ. റസൂലുള്ള പറയാണ്, ഇന്ന് ഖിയാമത്ത് നാളാണെങ്കിൽ, ഖിയാമത്ത് നാൾ കാരണം എന്താ? ലോകം മൊത്തം അവസാനിക്കുന്ന ദിവസം. ഇന്ന് ഖിയാമത്ത് നാളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഈത്തപ്പഴത്തിൻ്റെ മരം നിങ്ങൾ കൊണ്ടുപോയി നടാൻ നിൽക്കുന്ന സമയത്താണ് ഖിയാമത്ത് നാൾ വരുന്നത്. അങ്ങനെ ആ ഈത്തപ്പഴം അവിടെ നട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ പറ്റുമോ? കാരണം എന്താ? ഖിയാമത്ത് നാളായി, ലോകം അവസാനിച്ചു. അപ്പോൾ പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഈത്തപ്പഴ മരം നിങ്ങൾ നടുവോ? നട്ടിട്ട് കാര്യമുണ്ടോ? കാരണം നാളെ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റൂല, അത് വലുതായിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റൂല, ഈത്തപ്പഴം കഴിക്കാൻ കഴിയൂല. അപ്പോൾ നബി പറയാണ്, അങ്ങനെ ഒരു ദിവസം. മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് വി.കെ. കുഞ്ഞുമോൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി N.A. താജുദ്ദീൻ, മദ്രസ PTA പ്രസിഡന്റ് L.I. അസീസ്, മദ്രസ അധ്യാപകരായ ബാസിദ് ഫാളലി, കാസീൻകുട്ടി മൗലവി, കമ്മിറ്റി ഭാരവാഹികളായ റഷീദ് തേക്കാട്ടിൽ, ഇസ്മായിൽ പാടിക്കൽ, പുത്തൻപറമ്പിൽ അസീസ്, മുൻ സെക്രട്ടറി റഷീദ് കാലായിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മാതൃകാപരമായ പരിപാടിയിൽ മദ്രസ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. ഹൈവിഷൻ ന്യൂസ്, കേളകം. കിളിയന്തറ ഹയർ സെക്കൻഡറി സ്കൂൾ NSS ടീമിന്റെ ചെണ്ടുമല്ലി കൃഷി മികച്ച NSS പ്രോഗ്രാം ഓഫീസർക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് EP അനീഷ് കുമാർ സന്ദർശിച്ചു. 2022-23 വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച NSS പ്രോഗ്രാം ഓഫീസർക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും ഇരിട്ടി ക്ലസ്റ്റർ നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം അസൈൻമെന്റ് ഓഫീസറുമായ EP അനീഷ് കുമാർ കിളിയന്തറ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ സ്കൂളിന്റെ ടെറസിലൊരുക്കിയ ചെണ്ടുമല്ലി കൃഷി സന്ദർശിച്ചു. കൃഷിരീതിയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ അദ്ദേഹം വളണ്ടിയർമാരെ അഭിനന്ദിച്ചു. കിളിയന്തറ NSS യൂണിറ്റിന്റെ ചെണ്ടുമല്ലി കൃഷി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കണിച്ചാർ നവജീവൻ അയൽക്കൂട്ടത്തിന്റെ കുടുംബസംഗമവും സംഘത്തിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അംഗങ്ങളുടെ മക്കൾക്കുള്ള അനുമോദനവും കണിച്ചാറിൽ നടന്നു. കണിച്ചാർ നവജീവൻ അയൽക്കൂട്ടത്തിന്റെ കുടുംബസംഗമവും സംഘത്തിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അംഗങ്ങളുടെ മക്കൾക്കായുള്ള അനുമോദനവും കണിച്ചാറിൽ നടന്നു. ചടങ്ങിൽ ലിൻഡ മരിയ ലോറൻസ്, അനശ്വര സജീവൻ, ഐറിൻ ജെയിംസ്, ദേവപ്രിയ മോഹൻ, ആദിത്യ സജി, ദേവനന്ദ മോഹൻ, അരുണിമ സജി എന്നിവരെ അനുമോദിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു. അയൽക്കൂട്ടം പ്രസിഡന്റ് സജീവൻ പാലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. വർഗീസ് ജോസഫ്, ദാമോദർ, ശശീന്ദ്രൻ, കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് അംഗം സുരേഖ സജി, ഷീന മോഹനൻ, പൗലോസ് കൊല്ലുവേലിൽ, മത്തായി മൂലേച്ചാലിൽ, സണ്ണി തോപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. വീർപ്പാട് മന്തത്ത് മഠപുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രം ഓണ ഫണ്ട് വിതരണത്തിന്റെയും അരി വിതരണത്തിന്റെയും ഉദ്ഘാടനം ആർളം പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ് നിർവഹിച്ചു. വീർപ്പാട് മന്തത്ത് മഠപുര ശ്രീമുത്തപ്പൻ ക്ഷേത്രം ഓണഫണ്ട് വിതരണത്തിന്റെയും അരി വിതരണത്തിന്റെയും ഉദ്ഘാടനം ആർളം പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ് നിർവഹിച്ചു. ആഘോഷങ്ങളുടെ പൈസയെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നാം ഇതിനോടകം തന്നെ സംഭാവന ചെയ്തു കഴിഞ്ഞു. എന്നാൽ നമ്മൾ വർഷങ്ങളായി നടത്തി വന്നിരുന്ന ഒരു പദ്ധതി, ഒരു പരിപാടിയുടെ ഭാഗമായി കഴിഞ്ഞ വർഷം മുതൽ തന്നെ നാം സ്വരൂപിച്ച പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓണനാളുകളിൽ അരി വിതരണം നാം കുറേ വർഷങ്ങളായി നടത്തുകയാണ്. ഒരുപാട് കുടുംബങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഓണനാളുകളിൽ ഇത്തരം സഹായങ്ങൾ, ഒന്നാധിപർ മാർക്കറ്റിൽ ഇന്ന് അരിക്ക് വലിയ വില കൂടുതലാണ്. 56 രൂപയാണ് മാർക്കറ്റ് സൂചിപ്പിച്ചത്. 60-ന് മേലെ കിട്ടുന്ന അരികളുണ്ട്. അപ്പോൾ അത് 53 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നു. എല്ലാവരുടെയും വീട്ടിൽ, ഈ അംഗങ്ങളായിട്ടുള്ള എല്ലാവരുടെയും വീട്ടിൽ അരി എത്തുന്നു
അപ്പോൾ അരി ഓർത്ത് നമ്മളിനി ഓണനാളുകളിൽ പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഒരു കരുതൽ നൽകുകയാണ് ക്ഷേത്ര മാതൃവേദിയുടെ നേതൃത്വത്തിലുള്ളത് നമുക്ക് കാണാൻ വേണ്ടി. ആർളം SHO ഷുഹൈബ്, പഞ്ചായത്ത് അംഗങ്ങളായ US ബിന്ദു, UK സുധാകരൻ എന്നിവരും പ്രസിഡന്റ് K ഷിജു, സെക്രട്ടറി ലൈജിത്ത്, കൃഷ്ണൻ, സന്തോഷ്, വസുമതി സുരേന്ദ്രൻ, വസന്ത മോഹൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. നാഷണൽ ആയുഷ് മിഷന്റെയും നഗരസഭ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും ഇരിട്ടി നഗരസഭയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. നാഷണൽ ആയുഷ് മിഷന്റെയും നഗരസഭ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും ഇരട്ടി നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഉളിയിൽ ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പ് ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ K ശ്രീലത ഉദ്ഘാടനം ചെയ്തു. വികാസങ്ങളിൽ ഒരു 66ഓളം ആൾ പങ്കെടുത്തു. അതുപോലെ തന്നെ 19 10-70 ആൾ പങ്കെടുത്ത് ഒരു നല്ല ക്യാമ്പായി മാറ്റാൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഉളിയിൽ ക്യാമ്പ് ഒരു കൃത്യമായി രാവിലെ 10 മണി പറഞ്ഞപ്പോൾ ചെറിയ രാവിലെ തന്നെ ഒരു മഴേൻ്റെ കൊള്ളലും ഉള്ളതൊക്കെ ഉണ്ടായിരിക്കാം. അതുകൂടാതെ നഗരസഭയുടെ വയോമിത്രൻ ക്ലിനിക്ക് മാസത്തിൽ 2 പ്രാവശ്യം എല്ലാ വാർഡ് തലത്തിലും പോകുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വരുമ്പോൾ 2 ആളെ കണ്ടായിരുന്നു. വൈസ് ചെയർമാൻ PP ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ AK രവീന്ദ്രൻ, PK ബൾക്കീസ്, കൗൺസിലർമാരായ TK ഷെരീഫ, കോമ്പിൽ അബ്ദുൽ ഖാദർ, P ഫൈസൽ, AK ഷൈജു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ P വീണ, നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ, P സുജാത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. പുളക്കുറ്റി സെന്റ് മേരീസ് ദേവാലയത്തിൽ 8 നോമ്പാചരണവും പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളും സമാപിച്ചു. സമാപന ദിവസം നടന്ന വിശുദ്ധ കുർബാനയ്ക്കും പ്രദക്ഷിണത്തിനും ഫാദർ നിതിൻ ആലക്കത്തറത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൂളക്കുറ്റി സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിൽ 8 നോമ്പാചരണവും പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുനാളും സമാപിച്ചു. സമാപന ദിവസം നടന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്കും നൊവേനയ്ക്കും മാനന്തവാടി രൂപത മൈനർ സെമിനാരി വൈസ് റക്ടർ ഫാദർ നിതിൻ ആലക്കത്തടത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ മാർട്ടിൻ വരിക്കനാനിക്കൽ സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രദക്ഷിണവും പാച്ചോർ നേർച്ചയും നടന്നു. നിരവധി വിശ്വാസികളായിരുന്നു 8 നോമ്പാചരണത്തിലും പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുനാളിലും സംബന്ധിച്ചത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. വാണിജ്യം. കണിച്ചാലിൽ S ഘോഷ് ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യം വീണ്ടെടുക്കാം ഫിസിയോതെറാപ്പിയിലൂടെ. കണിച്ചാറിൽ മയൂരി കോംപ്ലക്സിൽ S ഘോഷ് ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റിന്റെ അധ്യക്ഷതയിൽ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു.
നല്ല നിലയിൽ ഇത് സജ്ജീകരിച്ചിട്ടുണ്ട്. അകത്ത് കയറി കണ്ടപ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം, വലിപ്പം, സജ്ജീകരണങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. നമുക്കറിയാം, ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെയേറെ ശ്രമിക്കുന്നവരാണ് നമ്മൾ, അതിന് പണം ചെലവഴിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ആരോഗ്യ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്തവാക്യം തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗപ്രതിരോധമാണ് രോഗചികിത്സയേക്കാൾ ഏറ്റവും കരണീയമായിട്ടുള്ളത്. അതുകൊണ്ട് രോഗപ്രതിരോധത്തിന് വ്യായാമം ആവശ്യമാണ്. അതുപോലെ പല രോഗങ്ങൾക്കും നമുക്കറിയാം ഫിസിയോതെറാപ്പി ഏറ്റവും അത്യാവശ്യമായ ഒരു ചികിത്സാ രീതിയാണ്. അതിനെല്ലാം ആധുനികമായി ട്രെയിൻ ചെയ്ത ആളുകൾ ഇവിടെയുണ്ട്, അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ നല്ല ഒരു ജിമ്മം ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിനെല്ലാം നാട്ടുകാർ നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. ആരോഗ്യം സംരക്ഷിക്കാനും വീണ്ടെടുക്കാനും എല്ലാവരും അതിൻ്റെ അകത്ത് തയ്യാറാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ കണിച്ചാർ പ്രസിഡന്റ് പറഞ്ഞതുപോലെ കണിച്ചാറിനെ സെലക്ട് ചെയ്യാൻ നമുക്കറിയാം, പേരാവൂരിന് ഇപ്പുറത്ത് നമ്മളുടെ ഈ 3-4 പഞ്ചായത്തുകളുടെ ഒരു സെന്ററായിട്ട് തന്നെ ഇതിനെ മാറാൻ വേണ്ടി സാധിക്കും. നല്ല റോഡ് സൗകര്യം, അതുപോലെ തന്നെ ഈ കെട്ടിടത്തിൻ്റെ പുതിയ കെട്ടിടമാണ്, നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്, നന്നായിട്ട് തന്നെ ഈ കെട്ടിടം. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ജൂബിലി ചാക്കോ, കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പടാകം, കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് അംഗം സുരേഖ സജി തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ ഡയാലിസിസ് യൂണിറ്റിന്റെ ലോഞ്ചിംഗ് ഉദ്ഘാടനവും നടന്നു. ഹൈവിഷൻ ന്യൂസ്, കേളകം. ചരമം. കേളകം നാനാനിപ്പൊയിലെ മൂലയിൽ വർഗീസ് എന്ന തങ്കച്ചൻ അന്തരിച്ചു. 57 വയസ്സായിരുന്നു. പരേതനായ ആന്റണിയുടെയും ഏലിക്കുട്ടിയുടെയും മകനാണ്. ഭാര്യ ഷീബ, മക്കൾ ആവിഷ്, ആൻമരിയ. മടപ്പുരശാലിലെ വ്യാപാരിയായിരുന്ന പാറക്കൽ സെബാസ്റ്റ്യൻ എന്ന സജി അന്തരിച്ചു. 53 വയസ്സായിരുന്നു. ഭാര്യ റിനി, മക്കൾ ശിഖ, ശില്പ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോടികൾ മുടക്കി നവീകരിച്ച റോഡിലൂടെ വെള്ളം ഒഴുകുന്നു. ദുരിതത്തിലായി യാത്രക്കാരും കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.